ടു ബട്ടർഫ്ലൈ ഡിസൈൻസ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ക്രോപ്പിംഗ് ടൂളിനെ കുറിച്ചുള്ളതാണ്. ക്രോപ്പിംഗ് എങ്ങനെ ചെയ്യാം, ഇമേജിനെ, പിക്ചറിനെ, ലേഔട്ടിനെ നമുക്ക് ഇഷ്ടമുള്ള വിധത്തിൽ, ഇഷ്ടമുള്ള പേജിലേക്ക്, ഇഷ്ടമുള്ള തരത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എങ്ങനെ ക്രോപ്പ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ക്ലാസ്. നമ്മുടെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ക്രോപ്പിംഗ് ടൂളിനെ കുറിച്ച് ഒന്ന് പ്രാക്ടിക്കൽ ക്ലാസ്സിലൂടെ ചെയ്ത് പഠിച്ചു നോക്കാം. നമ്മുടെ ടൂൾ ബോക്സ് ആണ് ഇത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ടൂൾ ബോക്സിൽ ഓരോ ടൂളിനും ഓരോ ഉപയോഗങ്ങളുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്രോപ്പിംഗ് ടൂൾ. ടൂൾ ബോക്സിലെ ക്രോപ്പിംഗ് ടൂളിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്ട് കീസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ക്രോപ്പ് ടൂൾ സി ആണ്. ഷോർട്ട് കീസും കൂടി പഠിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാൻ നേരത്ത് എപ്പോഴും ഷോർട്ട് കീസ് ഉപയോഗിച്ചാൽ മതിയാവും. എല്ലാ ഫോട്ടോഷോപ്പിൻ്റെ വേർഷനിലും സി എന്ന് തന്നെയാണ് ക്രോപ്പ് ടൂളിൻ്റെ. ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അപ്പോൾ ഏത് പഠിക്കുന്നവർക്കും പഠിച്ചാലും ഇത് ഉപകാരമാവും. എല്ലാ ടൂൾ ബോക്സിലെ എല്ലാ ടൂളുകളുടെയും മേലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേരിൻ്റെ മൗസ് അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേരും ഷോർട്ട് കീസും ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തു പോവുക. ഇനി ഈ ഡെമോയിലുള്ള പോലെ നമ്മൾ ക്രോപ്പിൽ തന്നെ പേരുണ്ട്. ക്രോപ്പ് ചെയ്യാന്നർത്ഥം മുറിച്ചെടുത്ത് നമുക്ക് വേണ്ടതുപോലെ ചെയ്യാന്നുള്ളത്. അങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഡെമോയിൽ ഈ ഫയലിനെ ഞാൻ ഇങ്ങനെ ആക്കിയത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സൂം ടൂളിൻ്റെ ഉപയോഗം പറഞ്ഞു, സൂം ചെയ്യാനാണെന്ന് പറഞ്ഞു. മൂവ് ടൂൾ നമുക്ക് നീക്കാനാണെന്നുള്ളത് നമ്മൾ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഒരു ഫയലിൽ നിന്ന് അതെങ്ങനെയാണെന്നുള്ളത് അറിയാത്തവരാണെങ്കിൽ അത് കാണുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു പോവുക. ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തു പോവുക. ഫോട്ടോഷോപ്പിനെ കുറിച്ച് ബേസിക്കൊക്കെ അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തു പോവുക. ഓക്കെ. അപ്പോൾ മൂവ് ടൂളിൻ്റെ ഉപയോഗം ഒരു ബേസിക് ക്ലാസ് കൊണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി അറിയാത്തവരുണ്ടായിരുന്നു, അവർക്ക് വേണ്ടിയിട്ട് ബേസിക് കൊണ്ട് നമ്മൾ ഇടുന്നുണ്ട് ഓരോരോ ചെറിയ ക്ലാസ്സുകൾ. അതും അറിയാത്തവരാണെങ്കിൽ വാച്ച് ചെയ്യുക. ഓക്കെ. ഇനി ഇതെങ്ങനെ ക്രോപ്പ് ചെയ്തു എന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി, ഡെമോയിൽ കാണിച്ചത് പോലെ ആകുമ്പോൾ വേഗം മനസ്സിലാക്കാൻ പറ്റും. അതിനായിട്ട് ഞാൻ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഒരു ഫയലിനെ നമുക്ക് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ അൺവാണ്ടഡ് ആയ കുറേ സ്പേസ് ഉണ്ട് അല്ലേ. ഈ ഭാഗങ്ങളൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ അതിനാൽ അത് ക്രോപ്പ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രമൊക്കെ എടുക്കണം. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് സൂം ടൂൾ നേരത്തെ പറഞ്ഞ പോലെ മൈനസ് ചെയ്യാൻ ഇത് ടൂൾ ബാറാണെന്ന് പറഞ്ഞു. ടൂളിൻ്റെ എന്ത് വിശദീകരണവും ഇവിടെ കാണിച്ചു തരും. സൂം ടൂൾ ഇപ്പോൾ എടുത്തത് കൊണ്ട് ഇവിടെ സൂം ടൂളിൻ്റെ ഡീറ്റെയിൽ എല്ലാം കാണിച്ചു തരും. അത് പ്ലസ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലസ്, ഇത് തൊട്ടടുത്ത് തന്നെ മൈനസ് ഉണ്ട്. മൈനസ് എടുത്ത് ഇങ്ങനെ ഒതുക്കി വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മൊത്തം കാണാൻ പറ്റില്ല. അപ്പോൾ മൈനസും പ്ലസ്സും അതിൻ്റെ ഷോർട്ട് കീസ് കൺട്രോൾ പ്ലസ് സൂം ഇൻ കുറയ്ക്കാൻ വേണ്ടി കൺട്രോൾ മൈനസ്. ഓക്കെ. ഇനി ക്രോപ്പ് ടൂൾ എടുക്കാം. ടൂൾ ബോക്സിലെ ക്രോപ്പ് ടൂള്. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. ഈ ക്രോപ്പ് ടൂളിനെ കുറിച്ച് ചെറിയൊരു ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഈ കാണുന്ന ബോക്സിൽ നമുക്ക് ഏത് സൈസാണ് വേണ്ടത് വെച്ചാൽ ആ സൈസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഇഞ്ചസിലാണെങ്കിൽ ഇഞ്ചസ് നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും. സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്ററിൽ അടിച്ചു കൊടുക്കാൻ പറ്റും. ഇവിടെ വരികയാണെങ്കിൽ പിക്സൽസ്, സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ. ഇപ്പോൾ നമ്മൾ ചെറിയ വിസിറ്റിംഗ് കാർഡ് ചെയ്യുകയാണെങ്കിൽ സെൻറ്റിമീറ്ററിലായിരിക്കും, അല്ലെങ്കിൽ ഇഞ്ചസിലാണെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ആൽബം ഡിസൈൻ ചെയ്യുന്നവരാണെങ്കിൽ ഇഞ്ചസിലായിരിക്കും ചെയ്യാൻ നോക്കുക. 12:8, 24:16 അങ്ങനത്തെ സൈസിൽ അല്ലേ. ആൽബത്തിന് സൈസുകളുണ്ട്. അതുപോലെ പോസ്റ്ററുകളാണെങ്കിലും മാഗസിൻ ഒക്കെ ചെയ്യുകയാണെങ്കിലും എല്ലാവരും ഇവിടെ സൈസ് ക്രിയേറ്റ് ചെയ്യും. ഈ ഫോട്ടോഷോപ്പിൻ്റെ വേർഷനുകൾ മാറുന്നതനുസരിച്ച് പഴയ വേർഷനിൽ ചിലപ്പോൾ ഇത്രയും ഫെസിലിറ്റി ഉണ്ടാവില്ല, ഇത്ര അഡ്വാൻസ്ഡ് ആയിരിക്കില്ല. ഈ വേർഷനിലാകുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇവിടെ സെറ്റ് ചെയ്യാണ്ട് എടുക്കുന്നവർക്ക് 12:9 യൂട്യൂബുകാർക്ക്
2x3 ഇതൊക്കെ സ്റ്റുഡിയോ സൈസുകളും പ്രിൻറ്റിൻ്റെ സൈസുകളൊക്കെയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നില്ല, അത് വിട്ടേക്കുക. ഒറ്റ കാര്യം മാത്രമേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൂ, ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പഠിക്കുക. ഇവിടെ ഡബിൾ ക്ലിക്ക് അടിക്കുക, നമുക്ക് ബാക്ക് സ്പേസ് ഉപയോഗിച്ചിട്ട് അത് കളയാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്താൽ അത് പോവും. ഒരു 5 ഇഞ്ച് ഇവിടെ അതുപോലെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് 5, 8 വെറുതെ 5, 8 ഇഞ്ച് IN അടിച്ചു കൊടുത്താൽ ഇഞ്ചാകും, സെൻറ്റിമീറ്റർ ആകുമ്പോൾ CM കൊടുത്താൽ മതി. ഇതും റെസൊല്യൂഷൻ്റെ ബോക്സാണ്. ഇവിടെ നമ്മൾ W/H റെസൊല്യൂഷൻ കാണുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്, അതായത് വീതിയും നീളവും അതിൻ്റെ റെസൊല്യൂഷനും ആണെന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. പഴയ വെർഷനിൽ ഇങ്ങനെ ഒരു ഉണ്ടാവില്ല, പുതിയ വെർഷനിൽ കുറച്ചും കൂടി ചെറിയ വ്യത്യാസമുണ്ട്. ഏതായാലും ഒരു കാര്യം, ഈ ക്രോപ്പിംഗ് ടൂളിൽ എല്ലാത്തിലും ഏകദേശം ഒന്ന് തന്നെയാണ്. ഏതെങ്കിലും ഒരു വെർഷനിൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. എല്ലാം ഫോട്ടോഷോപ്പിൽ ഏതെങ്കിലും ഒരു വെർഷൻ പഠിച്ചാൽ മതി, ഏത് കിട്ടിയാലും ബാക്കി നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റിങ് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ റെസൊല്യൂഷൻ ഹൈ ക്വാളിറ്റി എപ്പോഴും ഫോട്ടോസിൻ്റെയൊക്കെ ആകുമ്പോൾ 300 നല്ല ക്വാളിറ്റി ആയിരിക്കും. 300, 400 അങ്ങനെ സെറ്റ് ചെയ്ത് പഠിക്കുക. റെസൊല്യൂഷനെ കുറിച്ച് ഒരു ക്ലാസ് നമുക്ക് കുറച്ചും കൂടി പിറകിലോട്ട് പോകുമ്പോൾ ചെയ്യാം. ഇപ്പോൾ ഈ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ചില വെർഷനിൽ ഈ സാധനം ഉണ്ടാവില്ല, ഈ ബോക്സേ ഉണ്ടാവില്ല, വെറും ക്രോപ്പ് ടൂൾ ഉണ്ടാവും. ഇവിടെ എത്ര ഇഞ്ച് നമുക്ക് അടിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. റെസൊല്യൂഷൻ്റെയും വീതിയും, ഇത് നീളം വീതിയാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ വീതി ശരിയായില്ല, ഇങ്ങനെ തിരിച്ചു. ഇങ്ങനത്തെ ആരോ പഴയ വെർഷനിലില്ല, പുതിയ വെർഷനിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നീളം ഇപ്പോൾ 7 അല്ലെങ്കിൽ 5 എങ്ങനെ നമുക്ക് നോക്കാം. അതിപ്പോൾ 5 ഇഞ്ച് ഇവിടെ കണ്ടില്ലേ, വീതിയാണ് കൊടുത്തിരിക്കുന്നത്. ഹൈറ്റ് 8 ഞാൻ കൊടുത്തിരിക്കുന്നത്. ഈ ഫോർമാറ്റിലാണ് ഇവിടെ കിടക്കുക. ഇവിടെ എന്താണോ നമ്മൾ മാറ്റുന്നത് അതായിരിക്കും ഈ ബോക്സിൽ കാണിക്കുക. അതിനി ശ്രദ്ധിക്കണം, നമ്മൾ ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്യുന്ന സൈസാണ് ഇവിടെ ഉള്ളത് 5, 8. ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്തോ, എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശം മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് അവിടെ അടിച്ചു കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. എപ്പോഴും ക്രോപ്പ് ചെയ്യുമ്പോൾ ഉള്ളിലോട്ട് വലിച്ച് ശീലിക്കുക, ഉള്ളിലോട്ട്. അത് മൗസ് കൊണ്ട് ഏതെങ്കിലും ഈ 4 കോർണറിൽ ഏതെങ്കിലും ഒരു ഭാഗം, ഈ ഭാഗം എടുക്കരുത്. ഈ പിക്ചറിൻ്റെ 4 കോർണർ, ഈ അറ്റം ഇതിലേതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഉള്ളിലോട്ട് വലിക്കുക. വലുതാക്കാനാണെങ്കിൽ, ചെറുതാക്കാനാണെങ്കിൽ, വലുതാക്കാനാണെങ്കിൽ ഇങ്ങനെ ആ കോർണർ ഏതെങ്കിലും കോർണർ പിടിച്ച് പുറത്തേക്ക് വലിക്കുക. മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്യണം. മൗസ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്യുക. ചെറിയൊരു കാര്യമാണ്. അത്രയേ ഉള്ളൂ. മുടി കളയേണ്ട നമ്മുടെ മാലാക. അപ്പോൾ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എൻ്റർ അടിച്ച് നമ്മൾ സെറ്റാക്കി. അപ്പോൾ ആ ക്രോപ്പ് അതായി. ഇനി പോരാന്നുണ്ടെങ്കിൽ കൺട്രോൾ സെഡ് ബാക്കിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ്. വീണ്ടും വേണമെങ്കിൽ ഇത്ര മതിയെങ്കിൽ നമ്മൾ അത്ര എടുത്ത് ക്രോപ്പ് ചെയ്യാം. ഫേസ് മാത്രം മതിയെങ്കിൽ അത്ര എടുത്ത് എൻ്റർ അടിക്കുക. അല്ലെങ്കിൽ മൗസും കൊണ്ട് ഡബിൾ ക്ലിക്ക് അടുപ്പിച്ച് 2 അടി അടിച്ചു കഴിഞ്ഞാൽ ക്രോപ്പ് ആവും. ഇനി നമുക്ക് ഈ ക്രോപ്പ് ചെയ്തതിന് ഫയലിൽ പോയിട്ട് സേവ് ആസ് കൊടുത്ത് സേവ് ചെയ്യാൻ പറ്റും. സേവ് ആസ് കൊടുക്കുക. എപ്പോഴും സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഫയൽ നഷ്ടമാവും. പിന്നീട് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ പറ്റുകയില്ല. സേവ് ആസ് കൊടുത്ത് നമുക്ക് നമ്മുടെ മാലാക എന്ന് പറഞ്ഞ് നമുക്ക് സേവ് ചെയ്യാം. JPG ഫോർമാറ്റിലാണ് ഫൈനൽ പ്രിൻ്റ് എന്ന് പറയുക. JPG ഫോട്ടോഷോപ്പിലെ ഫൈനൽ പ്രിൻ്റ് അടിക്കാൻ പോകുന്ന നേരത്തുള്ള ഫൈനായിട്ടുള്ള ഫോർമാറ്റാണ് JPG. നമ്മൾ ഈ ഫോർമാറ്റിനെ കുറിച്ച് പിന്നീട് ഒരു ക്ലാസ് തരുന്നതായിരിക്കും. ഇപ്പം ആദ്യത്തെ ബേസിക് ക്ലാസ്സുകൾ പോകട്ടെ. സേവാസ് കൊടുത്തു. ഫയലിൽ വന്ന് സേവാസ് കൊടുത്തു. മാലാക ഞാൻ ഓൾറെഡി നേരത്തെ ഒരു പേര് അവിടെ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സേവ് ഫോർമാറ്റിൽ ചെയ്യാം. ഫോട്ടോഷോപ്പിൽ
PSD ചെയ്യാം, PNG അങ്ങനെയൊക്കെ ഉണ്ട്. അത് പിന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഞാൻ JPG ഫോർമാറ്റിലാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ JPG ഓപ്ഷൻ കൊടുക്കും. ഓക്കെ, ക്വാളിറ്റി ഉള്ള നല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വരുന്നത് മൈനസ്, ഇവിടെ സൂം ടൂള് ഒക്കെ എടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൈനസ് വരാൻ കാരണം, ചെറുതായി പോകാൻ കാരണം ഞാനിവിടെ മൈനസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ടൂൾ ബാറിൽ പ്ലസ് എടുക്കുക, ക്ലിക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മുടെ മാലാഖയെ നമുക്ക് ഇഷ്ടമുള്ള വിധത്തിൽ, ഞാൻ ഡെമോയിൽ കാണിച്ചത് കുറച്ചും കൂടി മുടി കളയാതൊക്കെയാണ് ക്രോപ്പ് ചെയ്തത്. നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. നമ്മുടെ വീട്ടിലുള്ള ഇമേജുകൾ, മൊബൈലിൽ നിന്നൊക്കെ എടുത്തുള്ള ഇമേജുകളൊക്കെ എടുത്ത് ഇങ്ങനെ ക്രോപ്പ് ചെയ്ത്, ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് എന്തിനാണെന്നുള്ളത് നമ്മൾ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞു തരാം. ക്രോപ്പ് ടൂളിൻ്റെ ഉപയോഗം മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ, ക്ലാസ് വലുതാവും. അതുകൊണ്ട് ഓക്കെ ഗൈസ്, നമ്മുടെ ക്ലാസ് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് റിമൈൻ ചെയ്ത് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇത്രയേ പറയാനുള്ളൂ. താങ്ക് യു.